Hi dears, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് നോക്കാം. 4mm സൈസ് വരുന്ന വൈറ്റ് കളർ ബീഡ്സ്, പിന്നെ ബീഡ് ക്യാപ്പ്, ഹെഡ് പിൻ, പേൾ ചെയിൻ, പിന്നെ ഇയർ ഹുക്ക്, പിന്നെ ടൂൾസാണ് കട്ടർ, പ്ലെയർ. ഇത്രയും മെറ്റീരിയൽസാണ് നമുക്കിന്ന് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ഹെഡ് പിൻ എടുക്കുക. ഹെഡ് പിൻ പറയുമ്പോൾ കാണുമ്പോൾ നമ്മുടെ മുത്ത് സൂചി പോലെയൊക്കെ ഇരിക്കും. അതിലോട്ട് ഒരു വൈറ്റ് കളർ മുത്ത് കോർക്കാം. മുത്ത് കോർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബീഡ് ക്യാപ്പ് കോർക്കാം. ഇത്രയും കോർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ടത് ഇതിൻ്റെ അറ്റത്ത് ഒരു ലൂപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ലൂപ്പ് ഉണ്ടാക്കാനുള്ള ലെങ്ത്ത് നോക്കുക. കൂടുതലുണ്ടെങ്കിൽ ചെറിയൊരു പീസ് അതിൻ്റെ അറ്റത്ത് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമുക്ക് നല്ല റൗണ്ടിൽ പ്ലെയർ യൂസ് ചെയ്തിട്ട് ഒരു ലൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ലൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റിന് ഒരു സൈഡിലോട്ട് ഒന്ന് ബെൻഡ് ചെയ്യുക. ബെൻഡ് ചെയ്ത ശേഷം ബാക്ക് സൈഡിലോട്ട് പതുക്കെ തിരിച്ച് ലൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. ലൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യണ്ട, ചെറിയൊരു ഗ്യാപ്പ് അവിടെ ഇരുന്നോട്ടെ, നമുക്ക് ലാസ്റ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ബാക്കി 2 ബീഡ് ക്യാപ്പിലും ഇതുപോലെ മുത്ത് കോർത്ത് റെഡിയാക്കി വെക്കാം. അപ്പോൾ നെക്സ്റ്റ് പേൾ ചെയിൻ എടുക്കുക. പേൾ ചെയിനിൽ നമുക്ക് 3 പീസായിട്ട് ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കണം. ഒരു കമ്മലിനാണ് 3 പീസ് വേണ്ടത്. അപ്പോൾ 3 മുത്ത് വരുന്ന ഒരു പീസ്, പിന്നെ 4 മുത്ത്, 5 മുത്ത്, അങ്ങനെ 3 പീസാണ് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 4ാമത്തെ മുത്തിൻ്റെ ലൂപ്പിൻ്റെ അവിടെ കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് കട്ട് ചെയ്ത പീസിൻ്റെ 2 ഭാഗം ലൂപ്പ് വരുന്ന പോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 3 മുത്തുള്ള ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത്, അതേപോലെ തന്നെ 4 മുത്തുള്ളത്, 5 മുത്തുള്ളത്, ഇങ്ങനെ 3 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചു. ഒരു കമ്മലിനാണ് കേട്ടോ ഇത്രയും ആവശ്യമുള്ളത്. ഇതിപ്പോൾ നിങ്ങൾക്ക് 3 ലെയർ വേണ്ടെങ്കിൽ 2 1 ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ കോർത്ത് വെച്ച നമ്മൾ നേരത്തെ ഹെഡ് പിന്നിൽ കോർത്ത് വെച്ചിരിക്കുന്ന മുത്തെടുക്കുക. അതിൻ്റെ ലൂപ്പൊന്ന് അകത്തിയ ശേഷം ഈ പേൾ ചെയിൻ്റെ ഏറ്റവും താഴെ വരുന്ന ലൂപ്പ് ഉണ്ടല്ലോ അതിലോട്ട് കോർക്കുക. അപ്പോൾ കോർത്തിട്ട് നമുക്ക് ഈ ലൂപ്പ് ക്ലോസ് ചെയ്യാം. അതിനാണ് ആദ്യം ലൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് ക്ലോസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു ഹാഫ് ചെയ്ത് വെച്ചിട്ട് ബാക്കി ലാസ്റ്റ് ഇതിങ്ങനെ കോർത്ത് കഴിയുമ്പോൾ ക്ലോസ് ചെയ്താൽ മതിയാവും. ഇത് കമ്മലിൽ 3 ലെയർ വരുന്നുണ്ട്. 3 ലെയർ വേണ്ടാന്നുണ്ടെങ്കിൽ 2 ലെയർ ആയിട്ടും ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഇന്നലെ ചെയ്ത വീഡിയോയിൽ ഒരു സ്റ്റാൻഡിലുള്ള കമ്മലായിരുന്നു. അത് ഇതുപോലെ പേൾ ചെയിനിൽ നമ്മൾ മുത്ത് കോർത്ത് ഉണ്ടാക്കിയതായിരുന്നു. അതേപോലെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ 3ലും ഇതുപോലെ മുത്ത് കോർത്ത് റെഡിയാക്കി വെച്ചു. ഇനി ഇയർ ഹുക്കിലോട്ട് ഇത് ഡയറക്റ്റ് കോർക്കുകയാണ്. ഡയറക്റ്റ് കോർക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജംപറിങ് ഉണ്ടല്ലോ, വട്ടക്കണ്ണിയിൽ കോർത്ത ശേഷം ഇയർ ഹുക്കിൽ കോർക്കാം. അല്ലെങ്കിൽ സ്റ്റഡ് വേണ്ടവർക്ക് സ്റ്റഡായിട്ട് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് കോർത്തിട്ടും യൂസ് ചെയ്യാം. അപ്പം നമ്മൾ ഈ ഇയർ ഹുക്കിൻ്റെ ലൂപ്പൊന്ന് അകത്തിയ ശേഷം ഇത് 3ഉം ആദ്യം വലുത്, പിന്നെ നെക്സ്റ്റ് സൈസ്, പിന്നെ നെക്സ്റ്റ് സൈസ്, അങ്ങനെ വലിയ സൈസിൽ നിന്ന് ചെറിയ സൈസ് വരുന്ന പോലെ ഓർഡറിൽ കോർക്കാം. കോർത്ത് കഴിഞ്ഞിട്ട് ലൂപ്പ് ക്ലോസ് ചെയ്യുക. അപ്പം നമ്മുടെ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ഈസിയാണ്. അപ്പം നല്ല ഭംഗിയുള്ള ഒരു ഗ്രാൻഡ് ലുക്കുള്ളൊരു കമ്മൽ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. ജ്വല്ലറി മേക്കിംഗ് ഇഷ്ടമുള്ളവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സജഷനെല്ലാം എഴുതി അറിയിക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.